ടീമേ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ പായിപ്പാട് പോയിട്ടുണ്ട്, ഒരു ഉദ്ഘാടനം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ദിവസം കഴിഞ്ഞിട്ട് വീട്ടിൽ നിന്ന് പോയിട്ട് അപ്പോൾ കൊച്ചയിൽ വാങ്ങിച്ചിട്ടുണ്ട് കടപ്പുറത്ത് നിന്ന്. പിന്നെ അമ്മച്ചിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. അമ്മച്ചേ എന്തായി എന്താ പണി? അലക്കതും അടക്ക വെക്കണേ കുറച്ച് അടക്ക വെച്ച് എന്താന്ന് എൻ്റെ രണ്ട് കയ്യിലുണ്ടല്ലോ. എന്താന്ന് പറയാൻ പറ്റും? ഇത് പണിയിലാണല്ലോ, കൊച്ചയിലാണ്. ഇത് പണിയാണ്. മണ്ണുണ്ട്, കടപ്പുറം മണ്ണുണ്ട്. നല്ല ഇത് അതിലെ കയ്യിലിട്ട് ഇത് കളയണ്ട. പിന്നെ ഞാൻ ഇത് ഇവിടെ പോയി അമ്മച്ചി നമ്മുടെ അർത്തിങ്കപ്പള്ളി പോയി. അമ്മച്ചിക്ക് ഇഷ്ടപ്പെട്ട ഇത് പൊരിപ്പള്ള ചോളപ്പൊരി. എവിടെ പോയാലും അമ്മച്ചിക്ക് ചോളപ്പൊരിയാണ് ഇഷ്ടമുണ്ട്, വേറെ ഒന്നും ഇഷ്ടമല്ല. പെരുന്നാളിന് പോയി കഴിഞ്ഞാൽ അത് കൊടുത്തേ അമ്മച്ചി. ഇതിന്ന് നോക്കിയിട്ട് എടുത്ത് കീറാതെ എന്ത് സാധനം പറയാൻ പറ്റുമോ? സമ്പൂസ എടുത്തേ അമ്മച്ചി, സമ്പൂസ എടുത്തേ. താഴത്തോല്ലേട്ടാ, സെന്റ് മേരീസ് ബേക്കറി എന്നാ എടുക്ക്. കഴിച്ചേ, കഴിച്ചോ കുഴപ്പമില്ല, കുറച്ച് കഴിക്ക്. കഴിച്ചിട്ട് ഇത് ബീഫാണോ മീറ്റാണെന്നൊക്കെ പറ. കഴിക്ക്, കടിച്ചിരുന്നോ സംഭവം ഇത് പറ. ഉരുളക്കിഴങ്ങിൻ്റെ കൂടെ ബീഫ് ഇട്ടിട്ടുണ്ട്, അതോടെ വെച്ചോ. പിന്നെ ഇതെന്താന്ന് നോക്കിയേ, കീറി നോക്ക്. ഓക്കെ, കീറ്. ഒരെണ്ണെടുത്താൽ നമുക്ക് ഇഷ്ടപ്പെടാത്ത സാധനമാണത്. പഴംപൊരി അല്ല അത്, പഴംപൊരിയാണ് കണ്ടാൽ തോന്നും, പക്ഷേ പിള്ളേർക്കൊക്കെ ഇഷ്ടമുള്ള സാധനമാണ്. ഇതാണ് ക്രീം ബണ്ണ്. ഇത് അതാ പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമല്ലെന്ന്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനം ക്രീം ബണ്ണ്. ഇത് കണ്ട, ഇതിന് ക്രീം കാണിച്ചു തരാം, അടിപൊളിയല്ലേ. അപ്പോൾ ഇത് കഴിക്കണം, കാണിച്ചു തരാം. ഇതോ ഞാൻ വണ്ടി ചായട്ടെടുക്കാം. ചായട്ടടി കുടിക്കുക. എന്നിട്ട് ചായട്ടെടുക്കാം. ഇതെൻ്റെ ഇഷ്ടം ധാരാളം. അതിവിടെ ഉണ്ട്, ചട്ടിയൊക്കെ കടിയാക്കൂലെന്ന് വെച്ചാൽ ഇത് വെള്ളത്തിലിടാം കേട്ടോ. താഴെ ഇടന്നാണ്ട് കുടിച്ചിട്ടാൽ അമ്പടാ കളയണ്ടല്ല. ഞാൻ എനിക്കും എടുക്കാറ്, അതെനിക്ക് ഇഷ്ടമുള്ളതാണ്. അവിടെ ഈ അയില കണ്ട, ഈ അയില പ്രശ്നമാണെന്ന് തോന്നിക്കണെങ്ങനെ അമ്മ ചെയ്ത് തോന്നിക്കണ കണ്ണാല് പച്ചക്കണ്ണാല് കിടക്കും. പച്ചക്കണ്ണ പിന്നെ തിളക്കം കണ്ട അതിൻ്റെ തിളക്കും. ഈ കണ്ണൊക്കെ പോയെന്ന് വലയെന്ന് അഴിക്കുമ്പോഴാണ് ഈ കണ്ണ് പോണത്. അപ്പോൾ ഞാൻ തൂക്കിയപ്പോൾ അവരോട് പറഞ്ഞു, ചേട്ടാ കണ്ണ് പോയതാണെന്ന് പറഞ്ഞേ. വലയെന്ന് അഴിക്കുമ്പോൾ പോണേന്ന്. നല്ല ഫ്രഷ് അയിലയാണ്. ഇതെന്താ അമ്മ അമ്മച്ചി? തിളപ്പിക്കാം, പൊരിക്കാം, പിന്നെ കുറച്ച് രാജനിക്കും കൊടുക്കാം. ഇത് ഒരു കിലോനുള്ള എത്ര അമ്മച്ചി കണക്കൂട്ടിൽ എത്ര രൂപ ഉണ്ട് ഈ സാധനം? എൻ്റെ കണക്കൂട്ടിൽ 200. കറക്റ്റ് 200 രൂപ. 200 രൂപ, 2 എണ്ണം കൂടുതലാന്ന്. അമ്മച്ചിയുടെ വീഡിയോ കാണുന്നുണ്ടെന്ന് പറഞ്ഞ് 2 എണ്ണം കൂടുതലാന്ന് അവർ. അത് ശരിക്കും കൂടുതലൊക്കെ മേടിക്കരുതടാ, സ്നേഹത്തോടെ തന്നെയല്ലേ. നമ്മ എന്ത് സാധനം മേടിക്കുമ്പോഴും മലയാളികൾക്ക് സ്വഭാവമുണ്ട്, ഒരെണ്ണം കൂടി ഇട്ടേന്ന് പറയും അല്ലേ? വേണ്ട, ഞാൻ പറയാറില്ല ഒരെണ്ണം കൂടി ഇട്ടേന്ന്. സ്വർണ്ണക്കട ചെല്ലുമ്പോൾ ഒരെണ്ണം കൂടി ഇട്ടേന്ന് പറഞ്ഞാൽ സ്വർണ്ണം ഇട്ടുതരും. എന്നാലും ഇത് കൊയിൻ മേടിക്കാൻ പോകാന്ന് പറഞ്ഞിട്ട് വന്നില്ലല്ലോ. എന്ത് കോയിനാ? എന്ത് കോയിനാണ്? സ്വർണ്ണക്കോയിനാ? സ്വർണ്ണക്കോയിൻ. കാശൊക്കെ ഒപ്പിച്ച് വെച്ചിട്ടുണ്ടോ? കാശൊക്കെ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്. ആർക്ക് കൊടുക്കാൻ ഈ കോയിൻ? കോയിൻ നമുക്കൊരു പെണ്ണ് വരാം, പെണ്ണ് കൊടുക്കാനാ കോയിൻ. അതിൽ എത്ര കോയിൻ എടുത്ത് വെച്ചിട്ടുണ്ട് അമ്മച്ചിപ്പ? ഇപ്പൊ 3 കോയിൻ. 3 കോയിൻ. കോയിന്നോട് സ്വർണ്ണ കോയിനാണ്ട് ഈ പറയണത്. അമ്മച്ചിക്ക് സ്വർണ്ണ സമ്പാദ്യമൊക്കെ ഉണ്ട്. ഇനി കള്ളന്മാരും കൂടെ വരുമ്പോൾ ഞങ്ങളുടെ വീട്ടിൽ വന്ന് കമന്റ് വീഡിയോയിൽ പറഞ്ഞു പറഞ്ഞു. നാളെ പോയി മേടിക്കാം കോയിൻ. കോയിൻ പോയി മേടിച്ചളയാം. എത്ര ഒരു പവൻ്റെ? എത്ര പോകില്ല. പിന്നെ ഞാൻ താന്നത് എടുക്കല. ഒരു പവൻ എന്താ വില എന്നറിയാമോ? തുറന്നു ഇപ്പൊ എന്തോരം എനിക്കറിയാൻ പാടില്ല. ഇല്ല, അതിലും കൂടി ഇപ്പൊ ഏറ്റവും കൂടുതൽ
സ്വർണത്തിന് വില കൂടിയ സമയമാണെന്ന് ഇന്ന് പത്രത്തിലും എൻ്റെ ഓൺലൈൻ മീഡിയയിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇനി എന്താ പറയണ്ടത്? ഞാനിപ്പോൾ അതിലോട്ട് കൊണ്ടുവരാം. അപ്പം ഇന്ന് ഞങ്ങൾ കുക്കിങ് കാര്യങ്ങളൊന്നും കാണിക്കില്ല. ആൾക്കാരൊക്കെ പറയാറുണ്ട് നിങ്ങളുടെ വീട്ടിൽ നടക്കുന്ന കുറച്ച് സംഭവങ്ങളൊക്കെ വെറുതെ ഇതുപോലെ ഇടാൻ പറയാറുണ്ട്. അപ്പോൾ ഞങ്ങൾ കുക്കിങ്ങിനെക്കാട്ടും നല്ലത് ഞങ്ങളുടെ സംസാരവും കാര്യങ്ങളൊക്കെ കേൾക്കാനെന്ന് ആൾക്കാർ പറയാറുണ്ട്. എന്താ പറയാനുള്ള നമുക്ക് ആൾക്കാരുടെ അടുത്ത് കയറി എന്നിട്ട് പറ, ഒന്ന് പ്രസംഗിച്ചെന്ന ആൾക്കാരുടെ അടുത്ത്. അതിലെ കിട്ടിയ നല്ലതാണ് കേട്ടോ. നല്ല പരന്ന അതിലാണ്. ഇടിവെട്ടും മഴയുള്ളപ്പോൾ വേണം അതിലെ മീനൊക്കെ മേടിക്കാണ്ട്, അല്ലെങ്കിൽ വളരെ മോശമായിരിക്കുള്ളൂ. പൊരിച്ചെന്നാലും ഒരു ചുവ ഉണ്ടാകില്ല. ഇപ്പം നമ്മൾ നെയ്യ് വേണോ അല്ലേ? നെയ്യ് വേണം. ഇപ്പോൾ നമ്മൾ ഇതെടുത്ത് വെച്ചും രാഗി ഇപ്പോൾ തേച്ചൊക്കെ എടുത്തിട്ടും രാഗണം, നല്ല ആഴത്തിലാകണം. ആഴത്തിലാകിയിട്ടും കുരുമുളകും മഞ്ഞപ്പൊടിയും വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലാം കൂടി ആഴത്തിൽ പെരട്ടി പൊരിക്കുക. പൊരിച്ചിട്ട് ചൂട് കൂടെ ചോദിക്കുക. ഇപ്പം എനിക്കിപ്പോൾ ചാറ് വെച്ചിട്ട് ഇഞ്ചിക്കറി ആൾക്കാർ പറയണേ അമ്മച്ചിനെ കണ്ണട ഇട്ട് കാണാൻ ഭയങ്കര ഭംഗിയാണെന്ന്. അത് ഭയങ്കര ഭംഗിയുണ്ടാ? അല്ലെങ്കിൽ ഭംഗിയില്ലല്ലേ? അല്ലെങ്കിലും ഭംഗിയുണ്ട്. കണ്ണട ഇട്ട് കാണുമ്പോൾ ഇത്തിരി ഭംഗി കൂടുതലാണ്. അത് ശരി. നിങ്ങളുടെ സ്നേഹത്തിന് ഞാൻ വളരെയേറെ നന്ദി. നിങ്ങളോട് ഞാൻ സ്നേഹം കാണിക്കുന്നു. നിങ്ങളുടെ സ്നേഹം കാണിക്കുന്നു. ഇന്ന് അർത്തിങ്കപ്പള്ളിയിൽ പോയിട്ടേ ഇന്നലെ പോയപ്പോഴാണ് കയറിയത്. എല്ലാവരും അമ്മച്ചിനെ കുറിച്ച് അന്വേഷിക്കാനുള്ള ആൾക്കാരുള്ളൂ. അമ്മച്ചിനെ കൊണ്ടുവന്നില്ല അമ്മച്ചിന്റെ വീഡിയോ കാണാറുണ്ട്. ഒരു 2-3 വർഷം മുമ്പാണെങ്കിൽ എൻ്റെ വീഡിയോ കാണാറുണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പം ആൾക്കാരെ മുഴുവൻ പറഞ്ഞാൽ അമ്മച്ചിയുടെ വീഡിയോ കാണാറുണ്ട്. കൊള്ളാം കേട്ടോ. വളരെ വളരെ സ്നേഹത്തോടെ ഞാൻ സംസാരിക്കണേ നിങ്ങളോട്. ഇനിയും വീഡിയോ കാണുക. നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലം വരെ അങ്ങാടിങ്ങാടും പരസ്പരം സ്നേഹിക്കുക. സ്നേഹത്തിന് 100 മാർക്കാണ്. അപ്പോൾ നമുക്ക് വീഡിയോ അതിൻ്റെ പേരല്ലേ? അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് തമ്മിൽ വീണ്ടും കാണാം. അപ്പോൾ ഈ അയില കൊണ്ട് ഞങ്ങൾ ഫ്രിഡ്ജിൽ കയറ്റൂല കേട്ടോ. അതിപ്പോൾ തന്നെ ഞങ്ങൾ കുക്ക് ചെയ്ത് അടിക്കും. നിങ്ങൾ നിനക്കിപ്പോൾ തിളപ്പിച്ചു വേണം. തിളപ്പിച്ചോ.